കപ്പയെല്ലാം ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ പിഴിഞ്ഞ് എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കി നോക്കിയില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാകുമെന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. എന്തായാലും കപ്പയല്ലേ, ചേരുന്ന സാധനങ്ങളും അടിപൊളിയല്ലേ, അപ്പോൾ നന്നാവും. ഇതാ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ. ഒത്തിരി അങ്ങനെ ഇതാവുമൊന്നും വേണ്ട. കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ നനവിൽ തന്നെ ഇതും ഒന്ന് റെഡി ആവട്ടെ. ഇനി നമുക്ക് തേങ്ങാപ്പീര ആവശ്യത്തിന് ചേർത്തോ. നല്ല രുചിയല്ലേ തേങ്ങയും കപ്പയും കൂടെ ചേരുമ്പോൾ. പിന്നെ ഒരു ഈവനിങ് സ്നാക്സും കൂടെ ആകുമ്പം എന്തായാലും ഇച്ചിരി വേണമല്ലോ തേങ്ങ. പിന്നെ ചേർക്കുന്നത് ഇതാ നോക്കി, ശർക്കര പൊടിയാണ്. അത് ശർക്കര പാനി ഒഴിക്കരുത്. ശർക്കര പാനി ഒഴിച്ചാൽ ഇത് നീണ്ടുപോകും. ഈ പൊടി ചേർത്ത് ശർക്കര പൊടിച്ചതില്ലെങ്കിൽ നമ്മുടെ കഷ്ണം ഇല്ലേ, ഒന്ന് പൊടിച്ചാൽ മതി. അമ്മിക്കല്ലെ വെച്ചിട്ടൊന്ന് ചതച്ച് പൊടിച്ചെടുത്താൽ മതി. ഇനിയില്ലേ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. ഈ ശർക്കരയില്ലേ ഒന്ന് ഉരുകി ഒരു എന്താ പറയുക, ഒന്ന് ലൂസാവുമല്ലോ, ആ ഒരു ചെറിയ നനവ് നമുക്ക് വേണം കേട്ടോ. കുറച്ച് ഏലക്കാപ്പൊടി, ഏലക്കയും ചുക്കും കൂടെ പൊടിച്ചതാണേ, കണ്ടോ. അതൊരു സ്പൂൺ ഇട്ടേക്കാം. ചുക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ല അടിപൊളിയാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. മധുരമൊക്കെ നോക്കിയിട്ട് ഇനി നമുക്കൊരു പാത്രത്തിലോട്ടിട്ട് ഇതിനെ ഒന്ന് ചൂടാറിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാവേ. നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കണേ. ശർക്കരപ്പാനി ഒഴിച്ചാൽ നമുക്ക് ഒത്തിരി ലൂസായി പോകും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുക. കണ്ടോ, ഇത്രയും ഇങ്ങനെ കിട്ടും. ചെറിയ ബോൾ എടുക്കുക. ചെറിയ ബോൾ എടുത്തിട്ടേ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിതിനെ ഇലയിലാക്കാവേ. ഞാനിപ്പം ഈ ഷേപ്പിൽ തന്നെ എടുക്കുന്നത്. കണ്ടോ, ചുരുട്ടി ഇങ്ങനെ എടുക്കുക. ഇതിനകത്തേ ഒരു ചെറിയ ഓട്ട ഇട്ടിട്ട് അതിൻ്റെ അറ്റം ഒന്ന് അങ്ങോട്ടൊന്ന് കയറ്റി വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതാ മൂടി വയ്ക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം, വെന്തോന്ന് നോക്കാം. ഇടനയില തികയാഞ്ഞിട്ട് ഞാൻ കുറച്ച് വാഴയിലയിലും കൂടെ ചുരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും സംഭവം വെന്തിട്ടുണ്ടേ, നോക്കിയേ. അപ്പോൾ നമ്മുടെ കപ്പ കൊണ്ടുള്ള ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, കഴിച്ചു നോക്കാൻ വലിയ ആകാംക്ഷയുണ്ട്. എന്തായാലും ഒരെണ്ണം നമുക്ക് കഴിക്കണമല്ലോ. അടിപൊളിയായിട്ടോ. കപ്പയാണെന്ന് പറയത്തേയില്ല, നല്ല രസമുണ്ട്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലപോലെ വിശദമായിട്ട് ടേസ്റ്റ് നോക്കുന്നതായിരിക്കും. ഇപ്പം ചൂട്, ഭയങ്കര ചൂട്. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല രസമുണ്ട്. 4 മണിക്ക് ഒരു കട്ടൻ ചായയുടെ കൂടെ കുടിക്കാൻ സൂപ്പറാണ്. ഇടനയില ഇല്ലെങ്കിൽ വാഴയിലയിൽ ഉണ്ടാക്കി വയ്ക്കുമോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.